കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ പത്തനാപുരത്ത് വിധി ആർക്കൊപ്പം നിൽക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായ കേരള കോൺഗ്രസ് ബി നേതാവ് KB ഗണേഷ് കുമാർ എന്ന ഒറ്റപ്പേരിൽ ചുറ്റിക്കറങ്ങുന്ന പത്തനാപുരത്തെ വോട്ടർമാർ ഇത്തവണ എന്ത് തീരുമാനമെടുക്കും എന്നത് പ്രവചനാതീതമാണ്. 2001 പത്തനാപുരത്ത് കന്നിപ്പോരിനിറങ്ങിയ ഗണേഷ് കുമാർ വികസന നായകൻ എന്ന പ്രതിച്ഛായയുമായാണ് ഇന്നും മണ്ഡലത്തിൽ അജേയനായി തുടരുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് തന്നെയാണ് റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവയിൽ മണ്ഡലത്തിലുണ്ടായ വലിയ കുതിച്ചുചാട്ടം LDF വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മണ്ഡലത്തിൽ ഉയരുന്ന ഭരണവിരുദ്ധ വികാരങ്ങളെ വോട്ടാക്കി മാറ്റാൻ UDF വലിയൊരു സന്നാഹത്തെ തന്നെയാണ് അണിനിരത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശക്തമായ വോട്ട് ബാങ്കുകൾ തിരിച്ചു പിടിക്കാനും യുവ വോട്ടർമാരുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കാനും UDF നടത്തുന്ന ശ്രമങ്ങൾ ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. ഇതോടൊപ്പം NDA ഉയർത്തുന്ന വെല്ലുവിളിയും നിസ്സാരമല്ല. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ വോട്ട് വർധന പത്തനാപുരത്തെ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റബ്ബർ കർഷകരുടെ ദുരിതം, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, തീരദേശ മലയോര മേഖലകളുടെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്കും കുടുംബങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ള പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ ജനകീയതയെ തകർക്കാൻ എതിരാളികൾക്ക് സാധിക്കുമോ, അതോ പത്തനാപുരം എന്നും ഗണേഷിനൊപ്പം തന്നെ നിൽക്കുമോ എന്നാണ് വരും ദിവസങ്ങളിൽ തെളിയേണ്ടത്. ആവേശകരമായ ഈ പോരാട്ടത്തിൽ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ എങ്ങോട്ട് മറിയുമെന്ന് വോട്ടെണ്ണൽ ദിവസം വരെയുള്ള ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കൂ.